welcome back to my channel. So welcome to yet another video of Tales of Nandu. So ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ എസെൻഷ്യൽസിനെ പറ്റിയാണ് ഞാൻ പറയണം. കാരണം ഞാൻ ഓൾറെഡി ഒരു 4 ഇയർ ഹോസ്റ്റലിൽ നിന്ന ഒരാളാണ്. അപ്പം ഇപ്പൊ എന്തായാലും ഹോസ്റ്റലിലൊക്കെ കയറുന്ന ഒരു ടൈമാണ്. കുറച്ചുപേര് കയറി കഴിഞ്ഞ് കുറച്ചുപേര് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുന്നൊക്കെ ടൈം. അപ്പം ഹോസ്റ്റലിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോയി, എനിക്ക് എന്തൊക്കെ മിസ്സായി, മീൻസ് അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് ഇത്ര സാധനങ്ങൾ ഇനിയും കൊണ്ടുപോകണം എന്നൊക്കെ എനിക്കൊരു ഇത് വന്നത്. അപ്പൊ അതെല്ലാം കൂടെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഇപ്പൊ ലീവിന് വന്നിട്ട് തിരിച്ച് വീണ്ടും പോകാൻ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് ദ എസെൻഷ്യൽസ് ഓഫ് എ ഹോസ്റ്റൽ ലൈഫ്. സോ നമ്മള് മാക്സിമം ട്രോളി ബാഗ്സ് വേണം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കേണ്ടാവുക. കാരണം ഇടയ്ക്കിടയ്ക്ക് റൂംസ് ഷഫിൾ ചെയ്യുക എന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ ഷഫിൾ ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ഹാൻഡ് ബാഗ്സ് ആണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്കത് ഷിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഇപ്പൊ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിൽ അങ്ങനെയൊക്കെ ഷിഫ്റ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം ട്രോളി ബാഗ്സ് ആകുമ്പോൾ കുറച്ച് ട്രാവൽ ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പൊ ട്രോളി ബാഗ്സ് ആയിരിക്കണം ഹാങ്ങിങ് ബാഗ്സിനെക്കാളും കുറച്ചും കൂടെ ആയിട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമുക്ക് രണ്ടാമത്തത് ടോയ്ലറ്ററീസ് ആണ് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ അകത്ത് ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ടങ് ക്ലീനർ, പിന്നെ നമ്മുടെ പേഴ്സണലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഫേസ് വാഷ്, ഹെയർ ഓയിൽസ്. ചില ആൾക്കാർക്ക് ചില ഹെയർ ഓയിൽസ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഷാംപൂ, കണ്ടീഷണർ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, സോപ്പ്, ലിക്വിഡ് വാഷ്, അതായത് നമ്മുടെ എന്താണ് നമ്മുടെ ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് വാഷുകള്, പിന്നെ നമുക്ക് ടവൽസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഹാങ്ങേഴ്സ് ഒക്കെ കൊണ്ടുപോകണം. കാരണം നമ്മളിപ്പം ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഹാങ്ങറിൽ ഇടുകയാണെങ്കിൽ എപ്പോഴും അയൺ ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മളെല്ലാം അയൺ ചെയ്ത് ഹാങ്ങറിൽ ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് എടുക്കാമല്ലോ, അത് പിന്നെ ഇതാവത്തില്ലല്ലോ. അതുപോലെ തന്നെ ഫേസ് വാഷ് ഒക്കെ കൊണ്ടുപോകും. പിന്നെ മിറർ, ചില ഹോസ്റ്റൽസില് മിറേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു മിറർ ഉണ്ടായിരുന്നു. പക്ഷെ അത് കോമൺ ആയിരുന്നു. ഇപ്പൊ നമുക്കായിട്ട് ഒരു മിറർ ഉണ്ടാവുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കുഞ്ഞു മിറർ നമുക്ക് കൊണ്ടുപോകാലോ. പിന്നെ നെയിൽ കട്ടേഴ്സ്, പിന്നെ സാനിറ്ററി നാപ്കിൻസ്, അത് നമ്മളിപ്പോ ഏതാണ് യൂസ് ചെയ്യുന്നത്, അത് ഇപ്പൊ ഒരു 1-2 മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകണമായിരിക്കും കുറച്ച് സേഫ്. പിന്നെ നമ്മുടെ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ടോയ്ലറ്ററീസിന്റെ അണ്ടറിൽ വന്നിട്ട് ഇതെല്ലാം ഒരു സെറ്റായിട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ വാൾ ഹാങ്ങേഴ്സ്, അതായത് ഇങ്ങനെ ചെമരിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ID കാർഡ്സോ നമ്മള് അങ്ങനെ എന്തെങ്കിലും ഹാങ് ചെയ്തിടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ കുറച്ച് എളുപ്പമായിരിക്കും. ID കാർഡൊക്കെ നമുക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനം, നമ്മള് ക്ലിപ്പുകൾ, അതായത് നമ്മൾ വാഷ് ചെയ്തിട്ട് ക്ലിപ്സ് ഒക്കെ വേണമല്ലോ. അപ്പൊ ആ ക്ലിപ്പുകളൊക്കെ കൊണ്ടുപോകണം. അത് ഒന്നീ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലിപ്സ് മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ പേര് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു സാധനം ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഒരു സമയത്തായിരിക്കും വാഷ് ഉണ്ടാവുക, ഒരു സമയത്തായിരിക്കും ആ ഹോസ്റ്റലിലുള്ള എല്ലാവരും ഡ്രസ്സൊക്കെ കൊണ്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടിടുന്നത്. ആ ഒരു ടൈമില് ചിലപ്പം മിസ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഒന്ന് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മുടേതായ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇനി അടുത്ത് യൂട്ടൻസിൽസ് എന്ന് പറയുമ്പോൾ ചില ഹോസ്റ്റലുകളിൽ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടേതായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, ചെറിയ കത്തി, നൈഫ്, അതായത് നമുക്കിപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യലോ അങ്ങനെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലുകൾ, അതായത് നമുക്ക് നമ്മുടെ സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് സ്നാക്സുകളൊക്കെ കൊണ്ടുവരില്ല. അപ്പം സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാം. പിന്നെ പിക്കിൾസ് ഒക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ പിക്കിൾസ് ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസുകൾ. പിന്നെ ഈ ലിക്വിഡ് വാഷ്, അതായത് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഹാൻഡ് വാഷ്, അങ്ങനത്തെ കുറച്ച് ലിക്വിഡ് വാഷുകൾ, ഇതൊക്കെ നമ്മുടെ യൂട്ടൻസിൽസിന്റെ അണ്ടറിൽ നമുക്ക് ഇതൊക്കെ കൊണ്ടുവരാം. ഇനി അടുത്ത് ബെഡിങ്സ്, അതെന്ന് പറയുമ്പോൾ ബ്ലാങ്കറ്റ്, പില്ലോസ്, പില്ലോ കവറ്, പിന്നെ ബെഡ്ഷീറ്റുകൾ. നമ്മളിതൊക്കെ ഈ ബെഡ്ഷീറ്റ് ആണെങ്കിലും ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും പില്ലോ കവേഴ്സ് ആണെങ്കിലും നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി അഡീഷണൽ വെക്കണം. കാരണം ഇപ്പൊ പീരീഡ്സ് അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഡെഡ് സ്റ്റെയിൻ ഒക്കെ ആവാൻ ചാൻസസ് ഉണ്ട്. നമ്മളത് വാഷ് ചെയ്യാൻ വേണ്ടി ഇടുമല്ലോ. അപ്പം ആ ഒരു ടൈമിൽ ഒരു എക്സ്ട്രാ ഒരു പെയർ കണക്ക് ഒരെണ്ണം കൂടെ വെച്ചേക്കാം. പിന്നെ അതല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്ക് തന്നെ കഴുകാൻ തോന്നുമല്ലോ ബെഡ്ഷീറ്റ്സ് ഒക്കെ. അപ്പം ഒരു എക്സ്ചേഞ്ചിനടുത്ത് വെക്കാം. പിന്നെ പില്ലോസ് ഒക്കെ കെട്ടിപ്പിടിച്ച് എക്സ്ട്രാ ഒരു പില്ലോ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ പില്ലോസ് ഒക്കെ കരുതി വയ്ക്കാം.
എനിക്ക് തോന്നുന്നു മിക്ക ഹോസ്റ്റലുകളിലും ഈ പില്ലോസും ബെഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടേതായ കൺവീനിയൻസ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് ആ ഒരു ബെഡ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം. അപ്പൊ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ബെഡ് ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി കൊണ്ടുപോകും. പിന്നെ ചില നമ്മൾ അടുത്ത് നോക്കേണ്ട ക്ലോത്തിങ് ആണ്. അപ്പം ചില കോളേജുകളുടെ പോളിസി അനുസരിച്ച് ചില കോളേജുകൾ ജീൻസ് അലൗഡ് ആണ്, ചില കോളേജുകൾ ജീൻസ് അലൗഡ് അല്ല, നമുക്ക് ചുരിദാർ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പം എന്താണോ കോളേജിന്റെ പോളിസി അതനുസരിച്ചുള്ള ക്ലോത്ത്സ് ഒക്കെ നമ്മൾ എടുത്തു വെക്കുക. പിന്നെ ഔട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും ക്ലോത്ത്സ് വെക്കുമ്പോൾ ചില കോളേജുകളിൽ വെനസ്ഡേസിൽ കളർ ഡ്രസ് ആയിരിക്കും. അപ്പൊ വെനസ്ഡേസിൽ ഇടാൻ വേണ്ടിയിട്ടും കൂടെ എടുത്ത് വെക്കുക. അപ്പൊ എന്റെ കോളേജിൽ ആദ്യത്തെ കുറച്ച് ഇയേഴ്സിൽ കളർ ഡ്രസ് അലൗഡ് ആയിരുന്നു. പിന്നെയായിരുന്നു ഒരു തേർഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് മാറ്റിയിട്ട് ഫുൾ യൂണിഫോം ആക്കിയത്. അപ്പം ചില കോളേജുകൾ ഇപ്പോഴും വെനസ്ഡേ കളർ ഡ്രസ് ആയിട്ട് പോകുന്ന കോളേജുകളുണ്ട്. അപ്പം ആ കോളേജിന്റെ പോളിസി എന്താണോ അതനുസരിച്ചുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുക. പിന്നെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ എടുത്ത് വെക്കുക. അതുപോലെ നൈറ്റ് വെയർസും എടുത്ത് വെക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്വെറ്റേഴ്സ് എടുത്ത് വെക്കുക. സ്വെറ്റേഴ്സ് എന്ന് പറയുമ്പം ചില തണുപ്പുള്ള സാഹചര്യങ്ങളും തണുപ്പുള്ള സ്ഥലങ്ങളും ഉണ്ടാവും. അപ്പൊ ആ ഒരു തണുപ്പ് ആ ഒരു ടൈം വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വെറ്റേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. സൂചി നൂലൊക്കെ എടുത്ത് വെച്ചേക്കാം. കാരണം ഇപ്പൊ നമുക്ക് സ്റ്റിച്ച് അറിയണ്ടാവില്ലായിരിക്കും, പക്ഷെ എങ്കിലും അവിടെ ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഓൾട്ടറേഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ എസെൻഷ്യൽ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ പ്ലാസ്റ്റിക് കവേഴ്സും അതുപോലെ തന്നെ സേഫ്റ്റി പിൻസും എടുത്തു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻസ്, അതായത് നമ്മളിപ്പോ ഒരു കോഴ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ മെഡിസിൻസ് ഒക്കെ എടുത്തു വെക്കാം. അതുപോലെ തന്നെ ഓവർ കൗണ്ടർ ഡ്രഗ്സ്, അതായത് പാരസിറ്റമോള്, കഫ് സിറപ്സ്, അതുപോലെ തന്നെ അസിഡിറ്റി ഡ്രഗ്സ്, നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കാൻ വേണം. പിന്നെ അടുത്ത ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ സ്നാക്സ് എടുത്തു വെക്കാം. അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്നാക്സ് രാത്രിയൊക്കെ സിനിമ കാണുമ്പോഴത്തേക്കും കഴിക്കണം, രാത്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കണം എന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ സ്നാക്സ് ഒക്കെ എടുത്തു വെക്കാം. അതുപോലെ തന്നെ പിക്കിൾസ്, കാരണം നമ്മൾ ഹോസ്റ്റലിലാണ്, നമുക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ നമ്മൾ പിക്കിൾസ് എടുത്തു വെക്കാം. പിന്നെ ചമ്മന്തിപ്പൊടി, ഇപ്പൊ രാവിലെ ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ ചമ്മന്തിപ്പൊടി ഒക്കെ എടുത്തു വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ. അതും ഹോസ്റ്റലിന്റെ പോളിസി അനുസരിച്ചാണ് ഈ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ചില ഹോസ്റ്റലുകളിൽ അലൗഡ് ആയിരിക്കും ഈ കെറ്റിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ കെറ്റിലൊക്കെ കൊണ്ടുപോകാൻ അലൗഡ് ഉള്ള ഹോസ്റ്റലുകളാണെങ്കിൽ നമുക്ക് കെറ്റിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് സെൽഫ് കുക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലുകളും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുപോകാം. ഇതൊന്നും ഇല്ലെങ്കിൽ ചില ഹോസ്റ്റലുകളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. എന്റെ ഹോസ്റ്റലൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത് ഇത് കൊണ്ടുപോകാം, അയൺ ബോക്സ് കൊണ്ടുപോകാം. അതിനൊക്കെ ഓരോ പർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും. അപ്പൊ അയൺ ബോക്സ് കൊണ്ടുപോകാം. ഇലക്ട്രിക് ലാമ്പ് കൊണ്ടുപോകാം. പിന്നെ അലാം ക്ലോക്സ് ഒക്കെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എസെൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് ബക്കറ്റും മഗ്ഗും. അത് നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം എന്നൊന്നുമില്ല. ഒന്നെങ്കിൽ ആ ഹോസ്റ്റൽ, ആ ഒരു കോളേജിന്റെ ഹോസ്റ്റൽ എവിടെ ഇരിക്കുന്നത് അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും മേടിച്ചിട്ട് പോകാൻ പറ്റും. കുറച്ച് ട്രാവൽ ഇതായിട്ട് ചില കോളേജുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സാധനം. നമ്മൾ ക്യാഷ് പേ ചെയ്ത് അവർ എടുത്തരുന്നുണ്ട്. അപ്പൊ എന്റെ കോളേജിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കാം. പിന്നെ അടുത്ത് നമ്മൾ സ്റ്റഡി സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും A4 സൈസിന്റെ ഒരു 1-2 ബണ്ടിൽ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക്, ഇപ്പൊ നഴ്സിംഗ് കോളേജുകളാണെങ്കിൽ പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഒരു A4 സൈസ് ബണ്ടിലൊക്കെ തീർന്നു, ചിലപ്പോൾ പാതി മാസം കൊണ്ടൊക്കെ തീരും. അപ്പൊ കുറച്ച് A4 അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരും. കുറച്ച് A4 സൈസ് ബണ്ടില്, പെൻസില്, ഇറൈസർ, ഷാർപ്നർ, പെന്ന്, സ്കെച്ച്, മാർക്കേഴ്സ്, അതുപോലെ തന്നെ ഫയലുകൾ, ഒത്തിരി അസൈൻമെന്റുകൾ വരും. അതിപ്പോ ഒരു മിനിമം ഒരു 10 സ്റ്റിക്ക് ഫയല്, ഒരു 5 മറ്റേ ഫയൽ ഉണ്ടല്ലോ, ആ ഒരു ഫയല്, അങ്ങനത്തെ കുറച്ച് ഫയലുകളും നോട്ട് പാഡുകളും. കാരണം നമ്മളെ പോസ്റ്റിങ്ങിനൊക്കെ, നഴ്സിംഗ് ആണെങ്കിൽ പോസ്റ്റിങ്ങിനൊക്കെ പോകുന്ന ടൈമില് നമുക്ക് പേഷ്യന്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതാൻ വേണ്ടി അപ്പം കുഞ്ഞു നോട്ട് പാഡുകൾ, അതുപോലെ തന്നെ ബുക്കുകൾ, പിന്നെ പഞ്ചിങ് മെഷീൻസ്. അത് നമ്മുടെ ഫയലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പഞ്ചിങ് മെഷീൻസിന്റെ ഒക്കെ ആവശ്യം വരും. അപ്പൊ പഞ്ചിങ് മെഷീൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റഡി സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മള് കുഞ്ഞു കുഞ്ഞു ലോക്കേഴ്സ്, അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, കാശുകള്, കാര്യങ്ങളൊക്കെ വെക്കാൻ കുഞ്ഞു കുഞ്ഞു ലോക്കേഴ്സ് ഒക്കെ കാണും. അപ്പൊ ആ കുഞ്ഞു ലോക്കേഴ്സ് ഒക്കെ വെച്ച് നമ്മുടെ ബാഗിന്റെ അകത്ത് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഫോണും ചാർജർ, ഹെഡ്സെറ്റ്, ഈ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ അതൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും എടുക്കുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളും. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഞാൻ മിസ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ട് എനിക്ക്, ഞാൻ ആ 4 ഇയേഴ്സ് നിന്നപ്പോഴുള്ള കാര്യങ്ങളും എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്. അപ്പൊ എല്ലാം ഇവിടെ നിന്നേ മേടിച്ചുകൊണ്ട് പോകണം എന്നൊന്നുമില്ല. ഈ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പരിസരത്ത്, ആ ഒരു അറ്റ്മോസ്ഫിയർ, അതിന്റെ അടുത്ത് നിന്ന് ഇരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹോസ്റ്റലിൽ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള്.
അപ്പൊ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസോ അല്ലെങ്കിൽ അൺഫിൽറ്റർഡ് ടോക്സിൽ ഞാൻ സംസാരിക്കണ പോലത്തെ വീഡിയോസോ അല്ലെങ്കിൽ എന്റെ ട്രാവൽ വ്ളോഗാണോ എന്റെ എങ്ങനത്തെ വ്ളോഗ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കോമന്റ് സെക്ഷനിലോ DM-ലോ വന്ന് പറയുക. ഞാൻ നിങ്ങളുടെ കമന്റ് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ, സീ യു, ബൈ.